ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാക്കിയിരിക്കുന്നു. അതോടെ ട്രംപിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നു. അപ്പോൾ പുടിൻ അങ്ങനെയല്ല, പുടിൻ അധികം സംസാരിക്കാറില്ല. പുടിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ലാവ്റോവാണ് പലപ്പോഴും പ്രതികരിക്കുന്നത്. അപ്പോൾ പുടിൻ നേരിട്ട് പറയാറില്ല. പുടിൻ ഇത് ഇങ്ങനെ ക്രേസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറി അങ്ങ് പിടിക്കുന്ന ആളൊന്നുമല്ല പുടിൻ. അതിലൊക്കെ എത്രയോ വലിയ ആത്മവിശ്വാസം പുള്ളിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ പോലെ കച്ചറ ഉണ്ടാക്കുന്ന പ്രതിപക്ഷം അവിടെയില്ല. നമ്മുടെ ഇവിടെയാണെങ്കിൽ ട്രംപ് നിങ്ങളെ ക്രേസി എന്ന് വിളിച്ചു, നിങ്ങൾക്ക് എന്താ മറുപടി, എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഞാൻ പറയുന്നില്ല, അയാൾ എന്തെങ്കിലും വിളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, അതിന് മറുപടി കൊടുക്കും. നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അതാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞു, ട്രംപാണ് സന്ധി നടത്തിയത്, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇത് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ. നമ്മൾ സിംല കരാറിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബൈ പാർട്ടി സംസാരത്തിലൂടെ ചെയ്യുള്ളൂ. വാസ്തവത്തിൽ ഈ കോംപ്ലക്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.